അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ യൂണിറ്റ് രൂപീകരിച്ചിരിക്കുന്നു. SFI കോളേജിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പതാക ഉയർത്തി. നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, സ്വാശ്രയ കോളേജുകളിലൊക്കെ പ്രവർത്തിക്കാൻ അത് പലപ്പോഴും SFIക്ക് സാധിക്കാത്തതാണ്. സത്യത്തിൽ ഇത്തരം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലൊക്കെ സാധിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം എന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു യൂണിറ്റ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു SFI. തീർച്ചയായും രുചീഷ്, അഞ്ചരക്കണ്ടി കോളേജിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI നേതാക്കൾ നേരത്തെ തന്നെ കോളേജിൽ എത്തിയിരുന്നു. ഈ കോളേജിലെ വിദ്യാർത്ഥികളോടുമായി കൂടി സംസാരിച്ച് അവരുടെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാണ് ഇപ്പോൾ അഞ്ചരക്കണ്ടി ക്യാമ്പസിൽ ഇത്തരത്തിൽ SFI ഒരു യൂണിറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ യൂണിറ്റിൽ കൊടി ഉയർത്തിയിരിക്കുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് കൊടി ഉയർത്തിയത്. സഞ്ജീവ് ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. സഞ്ജീവ്, ഒരുപക്ഷെ ഈ മാനേജ്മെന്റ് കോളേജുകൾ പലപ്പോഴും വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഇങ്ങനെ യൂണിയൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ SFI ഒരു കൊടി ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ എന്താണ് SFI തുടർന്ന് ഈ വിഷയത്തിലും ഇത്തരം കോളേജുകളിലെ വിഷയങ്ങൾ നടത്താൻ പോകുന്ന ഇടപെടൽ? പതാക ഉയർത്തിയിട്ടുള്ളത് ഞാനല്ല, ഇവിടുത്തെ വിദ്യാർത്ഥി ശാലം എന്ന് പറയുന്ന യൂണിയൻ ഭാരവാഹി കൂടിയാണ്. ആ വിദ്യാർത്ഥിയുടെ പോരാട്ടം കൂടി ഇതിനെ കൂടുതൽ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഉൾപ്പെടെ നേരിടുന്നതിൽ ഇടപെട്ടിട്ടുണ്ട്. ഒന്ന് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഇതിൻ്റെ അന്തം വരെയും ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇടപെട്ടു. ഇത് ഈ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇനി ആവർത്തിക്കാത്ത വിധത്തിൽ, വിവേചനം ആവർത്തിക്കാത്ത വിധത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടും, തുടർച്ചയിൽ ഇടപെട്ട് ഈ റാം എന്ന അധ്യാപകനെ പുറത്താക്കുന്നതിൽ മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടിയും ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇതേ നിലയിൽ ഇടപെടുന്ന ഒട്ടനവധി അധ്യാപകരുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയെ സംബന്ധിച്ചും പരിശോധന ഉണ്ടാകണം. ആ പരിശോധനയുടെ തുടർച്ചയിൽ PTA രൂപീകരിക്കണം. വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം പ്രാബല്യത്തിൽ വരണം. ഇതൊക്കെയും സംഘടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ ക്യാമ്പസിന്റെ കോളേജിൽ SFI യൂണിറ്റ് രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ.